മോളെ ഞാൻ എത്രയോ തവണ കുഞ്ഞിനോട് പറഞ്ഞിട്ടുള്ളതാ ഈ കഴിഞ്ഞതോർത്ത് കരയരുതെന്ന്. തനിച്ചിരിക്കുമ്പോ ഓരോന്ന് ഓർത്തു പോവുക. അതുകൊണ്ട് എന്തൊരു പ്രയോജനം? ബാലേട്ടനറിയാമോ, കരയാതെ ഒരു ദിവസം പോലും എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. ഇന്ന് തന്നെ ശങ്കർ സാറിനെ കണ്ട് കുഞ്ഞിനൊരു കല്യാണക്കാരി ഏർപ്പാട് ചെയ്യാം. എനിക്ക് കല്യാണം വേണ്ട ബാലേട്ട. അതൊക്കെ ശങ്കർ സാറിനോട് പറഞ്ഞാൽ മതി. വാ കുഞ്ഞെ, നേരെ സന്ധ്യ വാ പോവാം. ബാലേട്ട, പോവാ. അല്ല, പോലീസുകാരെ കണ്ടാൽ നമ്മൾ സാക്ഷി പറയേണ്ടി വരും. അതിന് അയാൾ മരിച്ചിട്ടൊന്നുമില്ല. ബാലേട്ടനെ നിവർത്തി കിടത്തിക്കേ. അയാള് മരിക്കേ. ബാലേട്ട, ആ കാറിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്തോണ്ട് വരൂ. ഇതെന്താ ആവശ്യത്തിനാ കുഞ്ഞെ? വേഗം വരണേ ബാലേട്ട. വരാം. ബാലേട്ട, ഒന്ന് വേഗം വരൂ. കുറച്ച് വെള്ളം കൊടുക്കും. വേഗം. ഇറങ്ങുന്നില്ല ഇത്. കുടിച്ചോളൂ. കൈ അവിടെ കുത്തിക്ക. അവിടെ ഇരുന്നോ. ഇനി അവിടെ ഇരുന്നോളൂ. നമുക്ക് പോവാം. വാ. വേണ്ട. നിങ്ങൾക്ക് എവിടെയാ പോവേണ്ടത്? എനിക്കറിയില്ല. നിങ്ങളുടെ വീട് എവിടെയാ? എവിടെയെങ്കിലും ആയിക്കോട്ടെ. ഗുരുവായൂര് ഒരു ജോലി അന്വേഷിച്ചു വന്നതാ. കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ തീർന്നിട്ട് 3-4 ദിവസമായി. യാചിക്കാൻ മടിയായതുകൊണ്ട് നിങ്ങൾക്കൊരു ജോലി ഞാൻ വാങ്ങിത്തരാം. ബാലേട്ട, അയാളെ കാറി കയറാൻ ഒന്ന് സഹായിക്കൂ. ഒന്ന് സഹായിക്കൂ. സഹായിക്കാം. മോള് പോയിക്കോ. പടച്ച തമ്പുരാനെ, പറഞ്ഞ കേട്ടില്ലേ? കേട്ട്. മോള് പോയിക്കോ. സുഹൃത്തെ, സഹോദര, ഒന്ന് എണീക്ക് സഹോദര. കിടന്ന് കളിക്കല്ലേ. എടോ, ഒന്ന് എണീക്കടോ. എടോ, ഞാൻ പാവപ്പെട്ടൊരു ആത്മീയാണല്ലോ. നിന്ന് പൊക്കാൻ കഴിയില്ല. 2 ചാക്ക് അരിന്റെ ഗാനമുണ്ട്. മകയെ കൊടുക്ക്. കൈ കൊണ്ടിട്ട്. എന്തിനാ ഇവിടെയൊക്കെ വന്ന് കിടക്കുന്നത്? ഞങ്ങളാണല്ലോ മുമ്പില്. അങ്ങനെ ശക്തി കൊടുക്കല്. ഒരു ഭാഗത്തേക്ക് മാത്രം ഇങ്ങനെ മതി. ചാഞ്ഞു കളിക്കല്ലേ. അങ്ങനെ ആളുടെ വിചാരിച്ചിട്ടാ. അങ്ങോട്ട് കയറ്. കാലം അങ്ങോട്ട് വെക്ക്. കുടുങ്ങും. നല്ലപോലെ അടച്ചോളൂ ബാലേട്ട. അടച്ചിട്ടുണ്ട്. ഒന്നും പുറത്തേക്ക് പോവില്ല. ബാലേട്ട, അയാളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നോളൂ. ശരി. നടന്നോ. ഒന്ന് പിടിച്ചോളൂ ബാലേട്ട. ഉച്ചക്കാര സ്വഭാവം. ഇവിടെ എണീക്കടോ. എണീക്കേ. ബാലേട്ട, ബാത്റൂം ഒന്ന് കാണിച്ചു കൊടുക്കൂ. പോയി കുളിച്ചിട്ട് വരൂ.
2 ദിവസം ഒന്നായിട്ട് കുളിപ്പിക്കേണ്ടി വരുന്നതിന് നടക്ക്. Poor man. കുഞ്ഞെ, എന്താ ബാലേട്ടാ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇത് പഴയ കാലമൊന്നല്ല. ആരാണ് എന്തെന്നൊന്നും അറിയാതെ അതൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞോളാം. അയാൾക്ക് കുളിച്ചു മാറാൻ ഒരു മുണ്ടെടുത്ത് കൊടുക്കൂ. അങ്ങനെ ആയിക്കോട്ടെ. ചെല്ലു. അതിനാണ് കുളിക്കല്ലേ. വഴിയെ പോണ വയ്യാവയിലേക്ക് വിളിച്ച് വീട്ടിൽ കയറ്റും. ഇവർ നല്ല ആരോഗ്യം ഉണ്ടല്ലോ, വല്ല വേലയും ചെയ്ത് ജീവിച്ചൂടെ. ഇത് എനിക്ക് വേലയൊക്കെ വേണ്ടി ഒന്നുവാ. അത് മതി. ഇനി അലവലാതി വല്ല സ്പെഷ്യലും ആവശ്യപ്പെടും. കുഞ്ഞ് എന്ത് കണ്ടിട്ടാണ് ഇവനൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത്? കുഞ്ഞെ കുഞ്ഞെ കുഞ്ഞെ, ചായ. അയാൾക്ക് കൊടുത്തോ? കൊടുത്ത്. ആളിപ്പോ സ്മാർട്ടായിരിക്കുന്നല്ലോ. ഇരിക്കൂ. ഉറക്കം സുഖമായിരുന്നോ? ഇന്നലെ നിങ്ങൾ വളരെ ടയേർഡായിരുന്നല്ലോ. അതുകൊണ്ടാ കൂടുതലൊന്നും ചോദിക്കാതിരുന്നത്. എന്താ പേര്? രവി. ഐ എം സിന്ധു. ഡാൻസ് അറിയാമോ? അറിയാമെന്ന് മാത്രമല്ല, ഞാനൊരു പ്രൊഫഷണൽ ഡാൻസർ കൂടിയാണ്. ഞങ്ങൾ കലയെ കച്ചവടമാക്കി ജീവിക്കുന്നവരാണ്. ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ ഞാൻ ഡാൻസ് ചെയ്തുണ്ടാക്കിയതാണ്. ഏതുവരെ പഠിച്ചു? ഇക്കാലത്തൊരു ജോലി സമ്പാദിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ജോലി കിട്ടുന്നതുവരെ ഇവിടെ കഴിയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ. എന്തു പറ്റി ബാലേട്ടാ? അത് ഡോറ് കാറ്റില് ഇങ്ങനെ അടഞ്ഞ്. അതാ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായോ? അതാ ടേബിളിൽ വെച്ചിട്ടുണ്ട്. പോയി കഴിച്ചോളൂ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്ക് മറ്റുള്ളവർ ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ വെച്ച് നോക്കുമ്പോ ഇത് എത്രയോ നിസ്സാരമാണ്. ചെല്ലു. എവിടെയാ? അതാ അവിടെ. ബാലേട്ടാ, ഓ, അദ്ദേഹത്തെ ഈ വീട്ടിലൊരു അംഗത്തെ പോലെ കരുതണം. ഓ. അവിടെ വാ, ഇവിടെ വാ. ആച്ചിയോ? இந்த ஆச்சி. சிஞ்சி. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. ഇവിടെ, 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 ഇവിടെ. പിന്നെ ഇത് കുടിക്കാനുള്ളതല്ല, ചെടി നനയ്ക്കാനുള്ളതാ. അതെങ്ങനെ ഹംക്കെ? ഇത് കുടിക്കാനുള്ളതല്ല.
കുളിപ്പിക്കും. ഒന്നര കൊല്ലായില്ലേ കുളിച്ചിട്ട്. പിന്നെ ഇവിടെയൊക്കെ നനയ്ക്കേണ്ടത് നിങ്ങളുടെ ജോലിയോ അതല്ല എന്റെ ജോലിയോ? എന്നാ പിടി. ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റി പാന്റും കോട്ടൊക്കെ ഇട്ട് വന്നിട്ടാ നനയ്ക്കുന്നത്. പിടിക്കാൻ പിന്നെ ഇവിടെ സിന്ധുമോളുടെ ബന്ധത്തിൽപ്പെട്ട ഒരാള് വന്നിട്ടുണ്ട്. അത് പോകുമ്പോ വരുമ്പോ ഗേറ്റ് ഒന്ന് തുറന്നു കൊടുക്കണം കേട്ടോ. മറക്കണ്ട. ഓ കോൺ ഹേ അത് ഒഴിച്ച് അപ്പൻ ഓ അപ്പൻ കോൺ ഹേ പറഞ്ഞ കേട്ടോ കേട്ടോ. പിടിയടാ. സാമ്പാർ കുറച്ചുകൂടെ അത് മതി. ആശാനെ ആ ഈ വാച്ച്മാൻകാർക്ക് പ്രമോഷൻ ഒന്നും ഇല്ലേ? പ്രമോഷൻ ഉണ്ടല്ലോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ വാച്ച്മാന് പ്രമോഷൻ. എങ്ങോട്ടാ? ചുടുകാട്ടിലേക്ക്. അയ്യോ ആശാനെ മഴ കഴിഞ്ഞിട്ട് നിന്ന് പോണം. തമാശ കരുതാക്കൊണ്ട് തമാശ പറയുന്നേ. ഇരുന്നോളൂ. ഇപ്പൊ നിങ്ങൾ ഈ വീട്ടിലെ ഒരു അംഗം പോലെയാണ്. ഇരിക്കൂ. ഓണത്തിനുള്ള ഡ്രസ്സാണ്. ഇത് വാച്ചർക്ക് കൊടുത്തേക്കൂ. ഇത് നിങ്ങൾക്കുള്ളതാണ്. സൈസ് കറക്റ്റ് അല്ലെങ്കിൽ മാറ്റി വാങ്ങിക്കാം. ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കൂ. വേണ്ട, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ജീവിതത്തിൽ നിരാശയുള്ളതുകൊണ്ടാ ഇങ്ങനെയുള്ള അപകർഷതാ ബോധമൊക്കെ തോന്നുന്നത്. ചാൻസിക്ക് സണ്ണി സാർ കൂടെ ഉണ്ടായിട്ട് ഒരു ഡിസിപ്ലിൻ പോലും ഇല്ല. ഇതാണ് സിന്ധു എന്നെ ഇതേവരെ മനസ്സിലാക്കിയുള്ളത് ഞാൻ പറഞ്ഞത്. ഡ്യൂട്ടി കഴിഞ്ഞ വി ആർ ഫ്രണ്ട്സ്. പിന്നെ ചിരിയും കളിയും തമാശയും ഒക്കെ ആകാം. സാർ ഇരിക്കൂ. ഒന്ന് ഇരിക്കും അതാമേ. കുടിക്കാൻ എന്ത് വേണം? ചായയോ ജ്യൂസോ? എനിക്ക് ബിയർ മതി. ഇത് ബാറല്ല, വീടാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ജ്യൂസ് തന്നെ കഴിക്കാം. എന്താ? ഓയസ് എനിക്ക് വേണ്ട. ഓ യു നോട്ട്. ഇവിടെ കൊണ്ട് തോറ്റു. ഒന്ന് അടങ്ങി ഇരിക്കടി കുതിരെ. ബാലേട്ടാ. എന്തോ? എല്ലാവർക്കും ജ്യൂസ് എടുക്കൂ. ഇതില് ജ്യൂസ് കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് ബാലേട്ടാ. പിന്നെ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത് സിന്ധുവിന് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫാന്റാസ്റ്റിക് മ്യൂസിക് കിട്ടിയിട്ടുണ്ട്. സിന്ധുവിന് ഷൈൻ ചെയ്യാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. നമുക്ക് റിഹേഴ്സൽ ചെയ്തു നോക്കാം. ഈ ഡാൻസ് സിന്ധുവിനെ പോലെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെയൊക്കെ കഴിവിൽ എനിക്ക് അത്ര വിശ്വാസം. റിഹേഴ്സൽ എന്ന് തുടങ്ങാൻ സാറേ? ഇന്ന് വൈകിട്ട് തന്നെ തുടങ്ങാം. സോറി സാർ, ഇന്ന് വൈകിട്ട് ഒരു ഷോപ്പിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാമിനേക്കാൾ വലുതാണോ ഷോപ്പിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം? നമുക്ക് പ്രോഗ്രാം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. പിന്നെ ഇന്ന് റിഹേഴ്സൽ അല്ലേ? തുടക്കത്തിൽ തന്നെ സൗനപ്പുഴയാണല്ലോ. ചേച്ചേ, ഇങ്ങനെ മൂഡൌട്ടായാലോ? നിങ്ങൾ റിഹേഴ്സൽ തുടങ്ങിക്കോ. ഉദ്ഘാടനം കഴിഞ്ഞ് ഉടനെ ഞാനിവിടെ എത്തിക്കൊള്ളാം. അവിടുന്ന് ബാലേട്ടാ, എന്തോ? അദ്ദേഹത്തിന് ജ്യൂസ് കൊടുത്തോ? കൊടുത്തിട്ടില്ല, കൊടുക്ക. ഓ എടുത്തോളൂ. താങ്ക്സ്. അതാരാ? എന്റെ കസിൻ ബ്രദറാ. ഒരു ജോലിക്ക് വേണ്ടി ഇന്നലെ നാട്ടിൽ നിന്ന് വന്നിരിക്കുക. എന്നിട്ട് ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയില്ലല്ലോ. ശരി, ഞാൻ വിളിക്കാം. ഓഹോ, അപ്പോ റിഹേഴ്സലിന് വരുന്നില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്.
അളവെടുത്ത് തയ്ച്ച പോലെ ഇരിക്കുന്നു. കളർ ഇഷ്ടപ്പെട്ടോ? എല്ലാം ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ട്രൂപ്പിലുള്ളവരൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങളെ ഒന്ന് കാണണമെന്ന്. എന്റെ കസിൻ ബ്രദർ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് സണ്ണി സാറ്, ഞങ്ങളുടെ ട്രൂപ്പിന്റെ മാനേജരാ. ഹലോ. ഹലോ. മിസ് ഡോളി. ഹലോ. മിസ് ജാൻസി. ഹായ്. മിസ് ഗീത. സംസാരിച്ചു നിൽക്കാൻ സമയമില്ല, ഞങ്ങൾ പോയിട്ട് വരട്ടെ. വരട്ടെ. മര്യാദയ്ക്ക് പോകുന്നുണ്ടോ? ബൈ ബൈ. ഡ്രസ് മാറ്റണ്ട കേട്ടോ, നമുക്ക് ഒരിടം വരെ പോണം. ബാലേട്ടാ, എന്താ കുഞ്ഞെ? ബാലേട്ട വേഗം ഡ്രസ് ചെയ്തോളൂ. ഞാൻ വരണോ? എന്താ പുതിയൊരു ചോദ്യം? അല്ല, അയാളുണ്ടല്ലോ. ബാലേട്ടന്റെ സ്ഥാനമല്ല ഞാൻ അയാൾക്ക് കൊടുത്തിട്ടുള്ളത്. ജാൻസി, മൂവ്മെന്റ്സ് എല്ലാം വളരെ ഫ്രീ ആയിരിക്കണം. പിന്നെ പാടുമ്പോ കൂടുതൽ സ്ട്രെയിൻ ചെയ്യരുത്. എനിക്ക് പാടിക്കൊണ്ട് ഡാൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. സിന്ധു തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. സിന്ധു 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 നീയൊക്കെ പിന്നെ എന്തിനാ തുള്ള നടക്കുന്നത്? സിന്ധു ഇല്ലെന്ന് കരുതി ഈ ട്രൂപ്പ് പിരിച്ചുവിടാൻ പറ്റൂ? ജാൻസി പറഞ്ഞ ശരിയാണ്. സിന്ധു ആവുമ്പോ പെട്ടെന്ന് പഠിച്ചെടുക്കും. നല്ല മെയ് വഴക്കുണ്ടാ കുട്ടിക്ക്. അതല്ല സതീഷ് ഞാൻ പറയുന്നത്. അവനവൻ ചെയ്യുന്ന തൊഴിൽ എനിക്ക് മുന്നേറണം എന്നൊരു വാശി വേണ്ടേ? അത് ഇവർക്കാർക്കും ഇല്ല. സാറേ, ദൈവം കൊടുത്ത ഓരോ കഴിവാ. ഞങ്ങൾ അതിൽ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? മതി കൂടുതൽ സംസാരിക്കണ്ട. മാസ്റ്റർ, ഇവർക്കുള്ള സ്റ്റെപ്പ് മാത്രം പറഞ്ഞു കൊടുക്കും. ശരി.